ഏതാണ്ട് സമാനമായ തരത്തിലുള്ള ഭീഷണി സ്വരം ആയിരുന്നു ഉണ്ടായത് ബിജു രാധാകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന്. ഒപ്പം ഈ തട്ടിപ്പിന് വൈദികർ ഉൾപ്പെടെയുള്ളവർ ഇരകൾ ആയിട്ടുണ്ട് എന്നതാണ് പ്രതികരണമായി വരുന്നത്. ഇങ്ങനെ ട്രസ്റ്റുകളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ബിജു രാധാകൃഷ്ണൻ ആളുകളെ ബന്ധപ്പെടുകയും അങ്ങനെ വലിയ തോതിൽ ഈ ട്രസ്റ്റുകൾക്കുൾപ്പെടെ പണം നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ പരാതിക്കാരന്റെ വാക്കുകൾ കൂടി കേട്ടുനോക്കാം. പുള്ളിയുടെ NHF എന്ന് പറഞ്ഞൊരു സ്ഥാപനം, പനമ്പള്ളി നഗറിലുള്ള ഒരു NHF, അവിടെയാണ് പുള്ളിയുടെ ഓഫീസ്. ബിജു ജോർജ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞതും. അങ്ങനെ സംസാരിച്ച് അങ്ങനെ പരിചയപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ പുള്ളി അവിടെ ചെന്ന് പുള്ളി പറഞ്ഞു ട്രസ്റ്റിന് CSR ഫണ്ട് വഴി ഒരു നമ്മുടെ 200 വീടുകളുടെ കൺസ്ട്രക്ഷൻ CSR ഫണ്ട് തരാമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ കുറേ ചെയ്തു. ഒരു 5-6 മാസക്കാലം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ നമുക്കത് അതിൻ്റെ കൂടെ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി ഒരു 200 വീടുകളുടെ കൺസ്ട്രക്ഷൻ ഏലിയാസിന് ചെയ്തു തരാം എന്ന് പറഞ്ഞ് വർക്ക് CSR ഫണ്ട് വഴി വരുന്ന ഫണ്ടാണ് 45 കോടി രൂപയുടെ വർക്ക്. അത് ഏലിയാസിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അത് വഴി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വസിച്ചു. കാരണം പുള്ളിയുടെ രൂപവും ഭാവവും രീതിയൊക്കെ അങ്ങനെ കണ്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും, പിന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ പുള്ളി അതിൽ വഴിയൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ്. പിന്നെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിശ്വസിച്ചു. യെസ്, ഇതാണ് മറ്റൊരു പരാതി. വൈദികരെ അടക്കം ചതിക്കുഴിയിൽ വീഴ്ത്താൻ ബിജു രാധാകൃഷ്ണൻ സാധിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരു പക്ഷേ വൈദികർ ആ പരാതിയുമായി രംഗത്തെത്തുമോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. ഇപ്പോഴിതാ ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട് എന്ന നിലയിൽ ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് CSR ഫണ്ട് തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണനായി സംസ്ഥാനത്തൊട്ടാകെ വലവിരിച്ചിരിക്കുകയാണ് പോലീസ് എന്നതാണ്. തട്ടിപ്പിനെ സംബന്ധിച്ച ന്യൂസ് 18 വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ ആണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നത്. ഇന്നലെ തന്നെ ഈ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ ബിജു രാധാകൃഷ്ണന്റെ ഓഫീസുകൾ അടച്ചിട്ട പശ്ചാത്തലം ആയിരുന്നു ഉള്ളത്. ഇപ്പോഴിതാ ഈ പരാതിക്കാരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. MS അനീഷ് കുമാറിലേക്ക് പോകുമ്പോൾ, അനീഷ്, ന്യൂസ് 18 വാർത്ത ഫലം കാണുകയാണ്. പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നു, പരാതിക്കാരുമായി ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ 2 പരാതികൾ നമ്മൾ ഇതിനോടകം തന്നെ പ്രേക്ഷകരുമായി പങ്കുവെച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പരാതിയിൽ വൈദികർക്കടക്കം പണം നഷ്ടമായി എന്ന സൂചനകളാണല്ലോ പുറത്തു വരുന്നത്. തീർച്ചയായും നമ്മൾ ഈ വാർത്ത തത്സമയം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കടവന്ത്രയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, SSB എന്നുള്ള ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തുകയും നേരിട്ട് തന്നെ പരാതിക്കാരനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് വിശദാംശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പരാതിക്കാരനായ റിൻഷാദിനെ കമ്മീഷൻ ഓഫീസിൽ നിന്നും വിളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ ഉടൻ തന്നെ അദ്ദേഹം അവിടേക്ക് പോവുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുകയും ചെയ്യും. ആ ഹോട്ടലിലേക്ക്, അതായത് ഈ നിൽക്കുന്ന കെട്ടിടത്തിലേക്ക് ആ SSBയുടെ ഉദ്യോഗസ്ഥൻ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെയാണ് ദീർഘനാളുകൾ NHFൻ്റെ ഓഫീസ് പ്രവർത്തിച്ചത്. പിന്നീട് ആ കെട്ടിടം ഒഴിഞ്ഞു പോവുകയായിരുന്നു. പരാതിക്കാർ രംഗത്ത് വന്നതോടുകൂടി, അല്ലെങ്കിൽ തങ്ങളുടെ പണം തേടി പലവട്ടം ഈ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി തന്നെ ഈ കെട്ടിടം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ SSBയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ആ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരായുന്നതിനായി സമാന രീതിയിൽ തന്നെ ബിജു രാധാകൃഷ്ണൻ എല്ലാ സ്ഥാപനങ്ങളിലേക്കും രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാക്കനാട്ടെയും പ്രൊവിഡൻസ് റോഡിലുള്ള കച്ചേരിപ്പടിയിലുള്ള ഓഫീസിലേക്കും ഇവിടേക്കും MG റോഡിലെ ഓഫീസ് തെരഞ്ഞുമൊക്കെ പോലീസ് സംഘം പോയിരിക്കുന്നു. രാവിലെ തന്നെ ഇന്നലെ നമുക്കറിയാം ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പുറത്തുള്ള ലൈറ്റ് ഓഫ് ചെയ്യാൻ പോലും കാത്തിരിക്കാതെ ഓഫീസ് തുറന്ന ജീവനക്കാരി ഓഫീസ് പൂട്ടി, ഗേറ്റും പൂട്ടി കടന്നു കളയുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള വാടകയ്ക്ക് നൽകിയ കെട്ടിട ഉടമയുടെ അടക്കം വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബിജു രാധാകൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയ ഒരാളാണ്, കേരളത്തെ പിടിച്ചു കുലുക്കിയ തട്ടിപ്പ് നടത്തിയ ഒരാളാണ് അയാൾ. എങ്ങനെ വീണ്ടും 2-3 വർഷത്തോളം കൊച്ചി പോലൊരു വലിയ നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഇത്രയധികം ഓഫീസുകൾ തുറന്ന് ഇത്രയധികം തട്ടിപ്പ് നടത്തിയെന്ന
ചോദ്യമാണ്. ഒരു തരത്തിലുമുള്ള ഒരു നിരീക്ഷണം ഇയാളുടെ മുകളിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതും ഇയാൾക്കൊപ്പം ഇപ്പോൾ ഉള്ള തട്ടിപ്പ് സംഘത്തിൻ്റെ കൂട്ടുകാരായുള്ള ആളുകൾ, അവർക്ക് സമൂഹത്തിലുള്ള സ്വാധീനം, ഇതിനേക്കാൾ വലിയ സ്രാവുകൾ ഇനി ഈ മറയ്ക്ക് പിന്നിൽ ഉണ്ടോ എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. കേവലം തട്ടിപ്പ് മാത്രമല്ല, നടിയെ ആക്രമിച്ച കേസിൽ പോലും ബിജു രാധാകൃഷ്ണൻ ഇടപെട്ടിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങൾ ഒക്കെ ആരാഞ്ഞുകൊണ്ട് ഇയാളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഏത് രീതിയിലാണ് ഇയാൾ പ്രവർത്തനം നടത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അതുതന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരവും. അഭിലാഷ്, തീർച്ചയായും പോലീസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. വിശദാംശങ്ങൾ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെ അനീഷ്, നമ്മൾ നൽകിയ രണ്ടാമത്തെ പരാതിക്കാരൻ്റെ പ്രതികരണം, ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിലൊട്ടേറെ പേർ ചതിക്കുഴിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നത് തന്നെയാണല്ലോ. കാരണം ഈ രണ്ടാമത്തെ പരാതിക്കാരൻ തന്നെ പറയുന്നു, അദ്ദേഹം പോകുന്ന പള്ളിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു, വൈദികരുമായി ബന്ധം പുലർത്തുന്നു. അങ്ങനെ വൈദികർ മുഖേനയാണ് ബിജു രാധാകൃഷ്ണൻ പരിചയപ്പെട്ടത് എന്ന് പറയുമ്പോൾ പലരുമായും ബന്ധം പുലർത്താനും ബന്ധം സ്ഥാപിക്കാനും അവരുടെ വിശ്വാസം നേടിയെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവിടെ ഒരു ക്രൈസ്തവ ആരാധനാലയങ്ങളെയോ ചാരിറ്റബിൾ ട്രസ്റ്റുകളെയോ ഒക്കെ ബിജു ആ തട്ടിപ്പിന്റെ ഭാഗമാക്കി അവരെ കൂടി ചതിക്കുഴിയിൽ പെടുത്തി എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും നമുക്ക് നേരത്തെ തന്നെ ബിജുവിൻ്റെ ഓഫീസിൽ കുറേ ദിവസങ്ങളോളം കയറി ഇറങ്ങിയപ്പോൾ ചില സൂചനകൾ അവിടുത്തെ ആളുകളിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. ചില ക്രൈസ്തവ പുരോഹിതരടക്കമുള്ളവർക്ക് ഈ തട്ടിപ്പിൽ പണം നഷ്ടമായി എന്ന്. പക്ഷേ നമ്മൾ ഏലിയാസുമായി സംസാരിച്ചപ്പോൾ നമ്മുടെ സംശയങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിച്ച സൂചനകൾ ശരിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്കമാലി മേഖലയിലെ മാത്രം 3 വൈദികർക്ക് പണം നഷ്ടപ്പെട്ടതായുള്ള വിവരങ്ങൾ തന്നെയാണ് ഏലിയാസ് പറയുന്നത്. ഇത്തരത്തിലൊരു വൈദികനാണ് ഏലിയാസിനെ ബിജു രാധാകൃഷ്ണനുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ വഴിയുള്ള ചില ചർച്ചകൾ നടക്കുമ്പോൾ വൈദികരടക്കമുള്ള ആളുകൾ ഇടപെടുന്ന ഒരു കേസിൽ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവും, അല്ലെങ്കിൽ ഈ തട്ടിപ്പല്ല യാഥാർത്ഥ്യമാണെന്ന രീതി ഉണ്ടാവും. ബിജു ജോർജ് എന്നാണ് പേര് പറഞ്ഞത്. ബിജുവിൻ്റെ ഓഫീസിലുള്ളത് യേശുവിൻ്റെയും മാതാവിൻ്റെയും മറ്റ് കുരിശുകളൊക്കെയാണ്. അതുകൊണ്ട് ഈ വൈദികരെ ഇക്കാര്യത്തിൽ ചതിയിൽ വീഴ്ത്താൻ എളുപ്പമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പണം നഷ്ടപ്പെട്ട 3 വൈദികരെയും നമ്മൾ പല രീതിയിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വൈദികർ ഒരു തരത്തിലും ഒരു ആശയവിനിമയത്തിന് തയ്യാറാവാത്ത സാഹചര്യമാണ്. കാരണം മറ്റ് സഭാ നേതൃത്വവും മറ്റ് സംഘടനയിലെ ആളുകളൊക്കെ അറിഞ്ഞാൽ വലിയ ഒരു കുഴപ്പത്തിലേക്ക് നീങ്ങും. അവരുടെ സംഘടനകളെ തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്ന സംഭവം ഉണ്ടാവും. ഇതിനു മുമ്പ് സംഭാവന നൽകിയവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. എവിടെ നിന്ന് പണം വന്നു എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അവർ പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ്. ഒപ്പം ഏലിയാസ് പറയുന്ന ഒരു തിരുമേനി എന്ന പേരിൽ പറയുമ്പോൾ അത് വൈദികനേക്കാൾ ഉയർന്ന പദവി തന്നെയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത്തരമൊരു ആൾക്ക് ഉയർന്ന പുരോഹിതനും 1 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാം എന്ന് പറഞ്ഞാണ് ഈ വൈദികനെ പ്രലോഭനത്തിൻ്റെ പിടിയിലേക്ക് ബിജു രാധാകൃഷ്ണൻ വീഴ്ത്തിയത്. അതിനുശേഷം ഈ പുരോഹിതൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് 5 ഏക്കർ സ്ഥലം ഒരു സ്ഥലത്ത് ഇതിനുവേണ്ടി വാങ്ങി 1 ഏക്കർ സ്ഥലം ഇതിനുവേണ്ടി വാങ്ങുകയും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്ഥലം വാങ്ങിയ പണം നഷ്ടപ്പെടുന്നു, അതിനുവേണ്ടി അനുബന്ധ നടപടികൾക്കായി ഉള്ള പണം നഷ്ടപ്പെടുന്നു. അങ്ങനെ വലിയൊരു തുക തന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.